ഹായ്, നമുക്കിന്ന് കുറച്ച് കളർഫുള്ളായാലോ? ഞാനിത് വരച്ചു തുടങ്ങിയപ്പോൾ വിചാരിച്ചതല്ല കേട്ടോ കളർ കൊടുക്കണമെന്ന്. ഞാനിങ്ങനെ സാധാ പോലെ വരയ്ക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ വരച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒന്ന് കളർ കൊടുത്ത് നോക്കാമെന്ന്. അങ്ങനെയാണ് ഇതിന് കളർ കൊടുക്കുന്നത്. പിന്നെ നമ്മളിത് വരയ്ക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ പെൻസിൽ വെച്ചിട്ട് ആദ്യം തന്നെ സ്ക്വയർ വരച്ചിട്ട് ആ സ്ക്വയറിൻ്റെ ഉള്ളിൽ നടുഭാഗത്തായിട്ട് കുഞ്ഞ് കുഞ്ഞ് റൗണ്ട് വരച്ചിട്ടാണ് ഇത് തുടങ്ങണത് കേട്ടോ. എന്നിട്ട് പിന്നെ ഇതിൽ കാണിക്കുന്നത് പോലെ അങ്ങോട്ട് വരയ്ക്കുക. ഞാൻ അടിപൊളിയായിട്ട് ഒരു സൈഡിൽ തെറ്റിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ കാണുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അത് ഞാൻ ഇങ്ങനെ എന്തോ പെട്ടെന്ന് ആലോചിച്ച് തെറ്റി വരച്ചതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ അവിടെ ഇരിക്കട്ടെ, ഓരോ തെറ്റിൽ നിന്നാണല്ലോ നമ്മൾ പഠിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിത് എവിടെ നിന്നാണ് വരച്ച് തുടങ്ങിയത് എന്ന് നമ്മൾ ലാസ്റ്റ് വര കഴിയുമ്പോൾ മനസ്സിലാവില്ല. അതുപോലെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലേ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് കേട്ടോ, എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഹായ്, ഹലോ. വളരെ എളുപ്പത്തിൽ എന്നാൽ വളരെ ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നമ്മൾ വരയ്ക്കുന്നത്. നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ഫസ്റ്റ്. അതിന് അടുത്ത കൂടെ തന്നെ അടുത്ത ലൈനും കൂടി വരച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ മുഴുവൻ നമ്മളിങ്ങനെ കുഞ്ഞി വട്ടങ്ങൾ വരയ്ക്കുകയാണ്. വട്ടങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ച് വരയ്ക്കുക. ഞാനിങ്ങനെ വരയ്ക്കണതിൻ്റെ ചിലതൊക്കെ പുറത്ത് പോയായിരുന്നു. അതുപോലെ വരാതെ വരയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കേട്ടോ. പിന്നെ ഇത് വരച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഗ്യാപ്പുകൾ ഉണ്ടാവുമേ. ആ ഗ്യാപ്പുകളൊക്കെ നമ്മൾ പെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി വരുന്നത് കേട്ടോ. വളരെ സിമ്പിളാണ് വരയ്ക്കാനായിട്ട്. പിന്നെ നമ്മളിങ്ങനെ കുറേ ഓൾ ഷേപ്പുകൾ നമ്മളിതിൽ വരച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഗ്യാപ്പുകളും ഇതുപോലെ തന്നെ നമ്മൾ പെന്ന് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. നമ്മൾക്ക് ഇങ്ങനെ മൈൻഡ് റിലാക്സ് ആവാനൊക്കെ ഇങ്ങനത്തെ ആർട്ടുകളൊക്കെ നമ്മൾ വളരെയധികം സഹായിക്കുന്നുണ്ട് കേട്ടോ. കുറേ സമയമൊന്നും വേണ്ട, എന്നാൽ അത്യാവശ്യം കുറച്ച് സമയമൊക്കെ നമ്മൾ ഇതിന് വേണ്ടി ചിലവഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. നല്ല ഭംഗിയിൽ നമുക്കിതിപ്പോൾ ഞാൻ ബ്ലൂ പെൻ വെച്ചിട്ട് വരച്ചതാണ്. ഞാൻ കുറേ ഒരു 1-2 വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഹായ്, ഞാനിതൊരു വട്ടം അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. പക്ഷെ അപ്പോൾ അപ്ലോഡ് ചെയ്തപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ മറന്നു. വോയിസ് ഓവറും കൊടുക്കാൻ മറന്നു. അതുപോലെ തന്നെ അല്ലെങ്കിൽ പാട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. അങ്ങനെ ചെയ്യാതെ ഇടാൻ പറ്റും. പക്ഷെ എന്നാലും അങ്ങനെ ഞാൻ ചെയ്യാൻ മറന്നുപോയി. അപ്പം ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും ഇടാം എന്ന് വിചാരിച്ചിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ആദ്യം പുതിയ ഇട്ടതാണ്. അപ്പം മുന്നേ കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ തല്ലരുത്, നിങ്ങൾ ക്ഷമിക്കുക. ഓക്കെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ മൈൻഡ് റിലാക്സ് ആവാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു പരിപാടിയാണിത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര സ്ട്രെസ്സായിട്ട് ഇരിക്കുമ്പോഴോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളൊക്കെ ഇരിക്കുമ്പോൾ നമ്മളിതിങ്ങനെ ചെയ്യുമ്പോൾ വളരെ ഒരു സമാധാനം കിട്ടുന്ന പരിപാടിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് തോന്നാറുള്ളത് ചെയ്ത് തുടങ്ങി കുറച്ച് നേരം കഴിയുമ്പോൾ എനിക്ക് ഇതൊരു ഭംഗിയില്ലല്ലോ എന്ന് തോന്നാറുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ആ ഒരു തോന്നലുകൾ നമുക്ക് തോന്നിയാലും നമുക്ക് ലാസ്റ്റ് ഇത് വരച്ച് കഴിഞ്ഞ് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഭംഗി കണ്ടിട്ട് നമുക്ക് അത്രയ്ക്ക് അത് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ ചെയ്യണം അങ്ങനൊരു വളരെ ഒരു ആഗ്രഹം തോന്നിയിട്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്ത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ബൈ.